പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 15 ബുധനാഴ്ച. 2 ശമൂവേൽ 9 അധ്യായം 13 വാക്യം. മെഫിബോശെത്ത് യെരുശലേമിൽ തന്നെ വസിച്ചു. രാജാവിൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് 2 കാലും മുടന്തായിരുന്നു. ഈ വചനത്തിൻ്റെ അവസാന ഭാഗം നമ്മുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്നു. അവൻ 2 കാലിലും മുടന്തനായിരുന്നു. എന്നാൽ അതിനു മുൻപ് വചനം ഒരു അത്ഭുത സത്യം രേഖപ്പെടുത്തുന്നു. അവനെപ്പോഴും രാജാവിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു. ലോകം ആദ്യം നമ്മുടെ കുറവുകൾ കാണുന്നു, എന്നാൽ ദൈവം തൻ്റെ കൃപ കാണിക്കുന്നു. മെഫിബോശെത്ത് മുടന്തനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ മുറിവുകളും നഷ്ടങ്ങളും ഭയവും ഉണ്ടായിരുന്നു. രാജാവിൻ്റെ ശത്രുവിൻ്റെ സന്തതി എന്ന നിലയിൽ അവൻ ഒളിച്ചാണ് ജീവിച്ചത്. എന്നാൽ ഒരു ദിവസം ദാവീദ് അവനെ അന്വേഷിച്ചു, ശിക്ഷിക്കാനല്ല, വലിയ കൃപ കാണിക്കാൻ. ഇതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയം. നാം ദൈവത്തെ അന്വേഷിച്ചതിന് മുൻപ് ദൈവം നമ്മെ അന്വേഷിച്ചു. നാം അവിടുത്തെ അടുക്കൽ നടന്നെത്തിയത് കൊണ്ടല്ല, അവിടുത്തെ സ്നേഹം നമ്മെ എടുത്തുയർത്തിയത് കൊണ്ടാണ് നാം അവിടുത്തെ മക്കളായത്. രാജാവിൻ്റെ മേശ എന്നത് വെറും ഭക്ഷണ സ്ഥലമല്ല, അത് സ്വീകരണത്തിൻ്റെ മേശയാണ്, ക്ഷമയുടെ മേശയാണ്, പുതിയ ജീവിതത്തിൻ്റെ മേശയാണ്. മെഫിബോശെത്ത് രാജാവിൻ്റെ മേശയിലിരിക്കുമ്പോൾ അവൻ്റെ മുടന്തായ കാലുകൾ മേശക്കടിയിൽ മറഞ്ഞിരുന്നു. അതുപോലെ നാം ക്രിസ്തുവിൻ്റെ കൃപയുടെ മേശയിലിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളും പരാജയങ്ങളും ഭൂതകാലത്തിൻ്റെ മുറിവുകളും ദൈവത്തിൻ്റെ കൃപയാൽ മറയ്ക്കപ്പെടുന്നു. സാത്താൻ നമ്മുടെ മുറിവുകളെ എണ്ണിക്കൊണ്ടിരിക്കും, എന്നാൽ ദൈവം തൻ്റെ മക്കളെ എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഇത് ചിലർ പറയുന്നുണ്ടാകാം, ഞാൻ യോഗ്യനല്ല, എൻ്റെ ജീവിതം തകർന്നിരിക്കുന്നു, ഞാൻ പലവട്ടം വീണുപോയി. എന്നാൽ ദൈവം പറയുന്നു, നമ്മുടെ യോഗ്യതയല്ല ആ മേശയിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. സൂര്യപ്രകാശം പതിക്കുമ്പോൾ മഞ്ഞുതുള്ളി വജ്രം പോലെ തിളങ്ങുന്നത് പോലെ ദൈവകൃപ പതിക്കുമ്പോൾ തകർന്ന ഹൃദയങ്ങളും ജീവിതങ്ങളും പ്രത്യാശയുടെ പ്രകാശം പരത്തുന്നു. ഈ വചനത്തിൽ മറ്റൊരു മനോഹരമായ വാക്കുണ്ട്, എപ്പോഴും. ഒരിക്കൽ മാത്രമല്ല, എപ്പോഴും രാജാവിൻ്റെ മേശയിൽ. ദൈവത്തിൻ്റെ സ്നേഹം അത് മാറുന്നതല്ല, എന്നും നാളെയും എന്നേക്കും നിലനിൽക്കുന്ന ഉടമ്പടി സ്നേഹമാണത്. ദൈവം ഒരു ദിവസത്തേക്ക് മാത്രം സ്വീകരിക്കുന്നില്ല, ജീവിതകാലം മുഴുവനും തൻ്റെ സന്നദ്ധയിൽ വസിപ്പിക്കുന്നവനാണ് ദൈവം. നമ്മുടെ ജീവിതത്തിൽ മുടന്തായ മേഖലകൾ ഉണ്ടാകാം. വിശ്വാസം മുടന്തായിരിക്കാം, പ്രത്യാശ മുറിവേറ്റിരിക്കാം, ബന്ധങ്ങൾ തകർന്നിരിക്കാം. എന്നാൽ നമ്മുടെ ബലഹീനതകൾ ദൈവത്തിൻ്റെ ക്ഷണത്തെ ഒരിക്കലും തടയുന്നില്ല. ഓർക്കുക, മെഫിബോശെത്തിനെ മഹാനാക്കിയത് അവൻ്റെ കാലുകളല്ല, രാജാവിൻ്റെ വിളിയാണ്. അതുപോലെ നമ്മെ വിശുദ്ധരാക്കുന്ന നമ്മുടെ പൂർണ്ണതയല്ല, ക്രിസ്തുവിൻ്റെ കൃപയാണ്. നിരാശപ്പെടരുത്. നമ്മുടെ കുറവുകളെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇന്നും രാജാവിൻ്റെ മേശയെങ്കിൽ നമുക്കൊരു സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നു. കൃപയുടെ വാതിൽ ഇപ്പോഴും തുറന്നിരിക്കുന്നു. വരിക, അവിടെ നമ്മെ തള്ളിക്കളയില്ല. നമ്മുടെ മുടന്തായ അവസ്ഥയേക്കാൾ മഹത്തായത് രാജാവിൻ്റെ കൃപയാണ്. രാജാവിൻ്റെ മേശയിലിരിക്കുന്നവർ ഒരിക്കലും അനാഥരല്ല. ആ കൃപയിൽ ജീവിക്കാം, ആ സ്നേഹത്തിൽ നടക്കാം, ആ പ്രത്യാശ ലോകവുമായി പങ്കിടാം. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ നോക്കാതെ നിൻ്റെ കൃപയുടെ മേശയിലേക്ക് ഞങ്ങളെ വിളിച്ചതിന് നന്ദി. ഞങ്ങളുടെ മുറിവുകളെ സൗഖ്യമാക്കുകയും നിരാശയ്ക്ക് പകരം പ്രത്യാശയും ഭയത്തിന് പകരം സമാധാനവും നിറയ്ക്കണമേ. ഇന്നും നിന്റെ സന്നിധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.